നിന്റെ അമ്മ ഇത്രയും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രം എന്താണ് നടന്നത്? സത്യയുടെ അവാർഡ് വാങ്ങിക്കാനേ സ്കൂളിൽ വന്നത് ആരാന്നറിയോ? സത്യയുടെ അച്ഛൻ അക്ഷയ്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പച്ച കള്ളമായി പറയുന്നേ. രോഹിത്, മുഖം അടിച്ച് കൊടുക്കടേ ഇവക്കൊന്ന്. നമ്മളെല്ലാവരും നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാഴ്ച ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. സത്യം പറയടി, ഡൽഹിയിൽ IAS ട്രെയിനിങ്ങിന് പോയപ്പോ ശാലിനിയുടെ കൂടെ അവനല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അക്ഷയ്. സത്യമേ അല്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. IAS ട്രെയിനിങ്ങിന് പോയിട്ടില്ലെന്നോ കൂടെ അവൻ താമസിച്ചിട്ടില്ലെന്നോ? നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുക? വിഷ്ണുവേട്ടനോടല്ലാതെ മറ്റൊരാളുമായിട്ട് എന്റെ കുഞ്ഞേച്ചിക്ക് ഒരു ബന്ധവുമില്ല. അത് ഞാൻ ആരുടെ മുന്നിലും പറയാൻ തയ്യാറാ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. ശ്യാമേ, സത്യയുടെ അച്ഛനായി വന്ന് അവാർഡ് വാങ്ങുക മാത്രമല്ല ചെയ്തേ, പ്രസംഗിക്കുകയും കുറെ അധിക സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തെന്നാ അവിടെ ഉള്ളവർ പറഞ്ഞത്. അച്ഛനാണെന്നുള്ള സത്യം സമ്മതിച്ചതാ. പിന്നെ നീ ഇങ്ങനെ നടന്ന കാര്യങ്ങളെ എതിർത്ത് പറയുന്നത് എന്തുദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. രോഹിത്തെ, എനിക്ക് എന്റെ കുഞ്ഞേച്ചി മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാ ഞാൻ ഈ പറയുന്നേ. ആരൊക്കെ സംശയിച്ചാലും ഞാൻ എന്റെ കുഞ്ഞേച്ചിയെ സംശയിക്കില്ല. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഇവള് പറയില്ല അതാരാണെന്നും എന്താണെന്നും. ഇതിനു മുൻപ് നടന്ന കഥകളും ഒക്കെ ഇവൾക്കറിയാം. പക്ഷേ ശാരദാമ്മയുടെ മകളാ ഇവള്. കള്ളങ്ങൾ ഒളിപ്പിക്കാനും പറയാതിരിക്കാനും അമ്മ പഠിപ്പിച്ച 2 മക്കള്. അതുകൊണ്ട് നേരായ രീതിയിൽ ഇവളിൽ നിന്നും ഒരു സത്യവും പുറത്തു വരില്ല. എന്തൊക്കെയാ മോളെ കേൾക്കുന്നേ? ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഈ പറയുന്ന അക്ഷയ് എന്ന് പറയുന്ന ആളെ മോക്കറിയോ? ഞാൻ എങ്ങനെയാ ഈശ്വര ഇതിനൊക്കെ മറുപടി പറയുന്നത്? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്റെ കുഞ്ഞേച്ചി ഒരു തെറ്റുകാരിയല്ല. വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ട് കിടക്കുന്ന ഒരു പാവമാ എന്റെ കുഞ്ഞേച്ചി. മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ കുഞ്ഞേച്ചി ജീവിതം കിട്ടിയതൊന്നും പോയാ നിനക്ക്? നിന്റെ ഒരു കുഞ്ഞേച്ചി. ഇതിന്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. എന്റെ മോനെ വഞ്ചിച്ചോണ്ട് അവന്റെ കൂടെ ജീവിക്കാൻ കച്ചകെട്ടി നിൽക്കല്ലേ നിന്റെ കുഞ്ഞേച്ചി. എനിക്കതൊന്ന് കാണോടി. സ്വന്തം വീട്ടിലെ ഇത്രയും വലിയ രഹസ്യങ്ങൾ നിനക്ക് അറിയില്ലെന്ന് പറയല്ലേ? ഇപ്പൊ എനിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. നീയും ചതിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിലും കള്ളത്തരങ്ങളുണ്ട്. ഇപ്പൊ സത്യയുടെ അച്ഛനെന്നും പറഞ്ഞു വന്ന പോലെ നാളെ പപ്പിയുടെ അച്ഛനെന്നും പറഞ്ഞ് ആരെങ്കിലും വരുവോടി? സത്യമേ, രോഹിത്തെ, ഇവളെയൊന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഇനങ്ങളാ. നീ ഒന്ന് ശ്രദ്ധിച്ചോ. അവിടെ ബൈക്കിലാണ് വന്നതെങ്കിൽ ഇവിടെ ചിലപ്പോ കാറിൽ വന്ന് നിൽക്കും. സത്യമേ, അച്ഛന്റെ നോട്ടമില്ലാത്ത പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടുവന്ന ആ തള്ളയുടെ മക്കളല്ലേ? ഇതും ഇതിനപ്പുറം കാണിച്ചെന്നിരിക്കും. ഇതിന്റെ സത്യം അറിയാതെ നീ ഇനി എന്റെ മുന്നിൽ വന്നു പോയേക്കരുത്. സത്യമേ. പോടി.
വിഷ്ണുവേട്ട, ആരൊക്കെ സംശയിച്ചാലും വിഷ്ണുവേട്ടൻ എന്റെ കുഞ്ഞേച്ചിയെ സംശയിക്കരുത്. എന്റെ കുഞ്ഞേച്ചി ജീവിക്കുന്നത് തന്നെ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ട്. മറ്റൊരാൾക്കും ആ മനസ്സിൽ കയറാൻ പറ്റില്ല. ആ മനസ്സ് ഞാൻ അറിഞ്ഞതുപോലെ മറ്റാരും അറിഞ്ഞിട്ടുമില്ല. വിഷ്ണുവേട്ട, ഞാൻ വിഷ്ണുവേട്ടന്റെ കാല് പിടിച്ച് പറയാം, എന്റെ കുഞ്ഞേച്ചിയെ വെറുക്കരുത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടടി, എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം ഒരുതരം അഭിനയ. ഈ കാണിക്കുന്നതെല്ലാം നല്ല സ്ത്രീകൾക്ക് ചേർന്നാലേ അത് മോൾക്ക് പറഞ്ഞു കൊടുത്തേക്ക്. എല്ലാം എല്ലാം ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. വിഷ്ണുവേട്ടൻ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല? ഇത്രയും നാളും ഞാൻ വിശ്വസിച്ചിരുന്നതും അഹങ്കരിച്ചിരുന്നതും എന്നിലുള്ള വിഷ്ണുവേട്ടന്റെ വിശ്വാസത്തെ തന്നെയായിരുന്നു. ആ വിശ്വാസം ഇന്നിവിടെ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് വിഷ്ണുവേട്ടൻ ആരോപിച്ചിരിക്കുന്നത്. ഓർക്കുമ്പോ പോലും ചങ്കം നീറുക വിഷ്ണുവേട്ടൻ. സത്യക്ക് വേണ്ടി എനിക്കൊരു വേഷം കെട്ടേണ്ടി വന്നു. അതെന്തിനാണെന്നും ഏതിനാണെന്നും